അട്ടപ്പാടിയിൽ കർഷകൻ ആത്മഹത്യ ചെയ്തു. തണ്ടപ്പേര് ലഭിക്കാത്തതിനെ തുടർന്നാണ് ആത്മഹത്യയെന്നാണ് കുടുംബം പറയുന്നത്. പുലിയറ സ്വദേശി ഗോപാലകൃഷ്ണനാണ് ജീവനൊടുക്കിയത്. അട്ടപ്പാടിയിലുള്ള സഹോദരനോട് ആത്മഹത്യ ചെയ്യുന്നതിനായി വിഷം കഴിച്ചുവെന്നാണ് ഗോപാലകൃഷ്ണൻ ഫോണിൽ വിളിച്ച് പറഞ്ഞത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ഒരു കർഷക ആത്മഹത്യയാണ് അട്ടപ്പാടിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് കുടുംബം പറയുന്നത്? രാഖി, തീർച്ചയായിട്ടും തണ്ടപ്പേര് ലഭിക്കാത്തതിനെ തുടർന്നാണ് ഈ കർഷകൻ ആത്മഹത്യ ചെയ്തതെന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെ ഇന്ന് പുലർച്ചെയാണ് കർഷകന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. പുലിയറ സ്വദേശിയായ ഗോപാലകൃഷ്ണനാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അട്ടപ്പാടിയിലുള്ള ഇദ്ദേഹം സഹോദരനോട് ആത്മഹത്യ ചെയ്യുന്നതായി വിഷം കഴിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സഹോദരനോട് ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു. തുടർന്ന് സഹോദരൻ്റെ ഈ ഏടത്തിയമ്മയെ ഉൾപ്പെടെ വിവരം അറിയിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഇദ്ദേഹം വിഷം കഴിച്ചിരുന്നു. പിന്നീട് മണ്ണാർക്കാട്ടെ ഒരു ആശുപത്രിയിലേക്ക് ഈ കർഷകനെ കൊണ്ടുപോയി. ആ മണ്ണാർക്കാട്ടെ ആശുപത്രിയിൽ നിന്നാണ് പിന്നെ പെരിന്തൽമണ്ണയിലേക്ക് കൊണ്ടുപോയത്. ഏതായാലും പെരിന്തൽമണ്ണയിലെ ആ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഈ കർഷകൻ ആത്മഹത്യ ചെയ്ത് മരണം സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും കാലിലെ അസുഖത്തിന് ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ കഴിയാത്തതും ബാങ്കിലെ ലോൺ ജപ്തി നടപടിയായതിനാൽ ഭൂമി വിൽക്കാൻ ശ്രമിച്ചെങ്കിലും തണ്ടപ്പേർ കിട്ടാത്തതിനാലാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതിൻ്റെ മനോവിഷമത്തിലായിരുന്നു കുറേ ദിവസമായിട്ട് എന്നും സഹോദരൻ പ്രഭാകരൻ, ഗോപാലകൃഷ്ണൻ്റെ സഹോദരനായ പ്രഭാകരൻ പറയുന്നുണ്ട്. 4 മാസം മുമ്പ് തണ്ടപ്പേർ ലഭിക്കാത്തതിനാൽ നരസിമുക്ക് ഇരട്ടക്കുളത്തെ കൃഷ്ണസ്വാമി എന്ന കർഷകനും ആത്മഹത്യ ചെയ്തിരുന്നു. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ഭൂമി എന്ന് പറയുന്നത് അത് മുപ്പിൽ നായർ ഭൂമിയാണ് എന്നതുകൊണ്ട് തന്നെ അത് വിൽക്കാനോ മറ്റോ കഴിയാത്ത സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ്. കലക്ടറുടെ ഉത്തരവ് ഉൾപ്പെടെ ഇദ്ദേഹത്തിന് ഭൂമി വിൽക്കുന്നതിന് പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട് എന്നും വീട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ഏതായാലും നേരത്തെ ഈ കർഷകൻ ആത്മഹത്യ ചെയ്തത്, അതായത് കൃഷ്ണസ്വാമി എന്ന കർഷകൻ ആത്മഹത്യ ചെയ്തപ്പോൾ അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. വലിയ രീതിയിൽ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം അട്ടപ്പാടിയിൽ നടന്നിരുന്നു. ഏതായാലും ഇപ്പോൾ സമാനമായ രീതിയിൽ തന്നെയാണ് തണ്ടപ്പേർ ലഭിച്ചില്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഒരു കർഷകൻ കൂടി അട്ടപ്പാടിയിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ശരി അരുൺ, എന്തായാലും അട്ടപ്പാടിയിലാണ് കർഷക ആത്മഹത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.